ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു പയർ തൈയാണ്. പക്ഷെ അതിൽ ഓൾറെഡി 2 പയർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് അല്ലാതെ ഒരു കുഞ്ഞ് 2 പയറും കൂടി വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് വേറെ വളമൊന്നും ഇതിന് ഇടാറില്ല. നമ്മുടെ സവാള പൊളിച്ച് അതിൻ്റെ തൊലിയോ പിന്നെ എന്തെങ്കിലും വേസ്റ്റ് വെള്ളം പച്ചക്കറിയുടെ വേസ്റ്റ് വരുന്നതൊക്കെയാണ് ഞാനതിൻ്റെ മൂട്ടിലോട്ട് കൊണ്ടിടാറ്. പക്ഷേ എനിക്ക് പെട്ടെന്നത് പയർ കേട്ടപ്പോൾ വലിയ സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞിതാ നമുക്ക് കോവയ്ക്ക ഫ്രൈ. ചിലർക്ക് അറിയായിരിക്കും കോവയ്ക്ക ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ്. ദാ ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ 2 അറ്റവും അരിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇത് 2ആയി മുറിച്ച് പിന്നെ അതിനെ വീണ്ടും ഒരു 4-5 കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം, അപ്പോൾ എൻ്റെ കൈ ഞാൻ മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മുറിച്ചതിന് ശേഷം ഇതിൽ അരപ്പുകൾ ചേർക്കണം കേട്ടോ. അതാ ഞാനെല്ലാം മുറിച്ച് നന്നായിട്ട് ഒരു 4-5 കഷ്ണമാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നമ്മുടെ പെരിഞ്ജീരകപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഈ പൊടികളെല്ലാം നമ്മുടെ ആ കോവയ്ക്കയിൽ അങ്ങ് പിടിച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് 10-20 മിനിറ്റ് ഇത് എത്രത്തോളം ഇരുന്ന് ഈ അരപ്പൊക്കെ പിടിക്കുന്നോ അത്രത്തോളം അത് നല്ല ഫ്രൈ ആയി നമുക്കത് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് കുഴച്ചതിന് ശേഷം അങ്ങ് മാറ്റി വെച്ചു. ഇത് ഞങ്ങളുടെ വീട്ടിലെ തേങ്ങ കൊതിച്ചയാണ് കേട്ടോ. ഞാൻ എപ്പോൾ തേങ്ങ ഉടയ്ക്കുന്ന സൗണ്ട് കേട്ടാൽ ഓടി വന്നിരിക്കുക. ആശാത്തിക്ക് തേങ്ങ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ തേങ്ങ ചിരുകിയിട്ട് ചിരട്ട അങ്ങ് വെച്ച് കൊടുത്തപ്പോൾ പുള്ളിക്കാരിരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര തേങ്ങ കൊതിച്ചാണ്. തേങ്ങ കൊതിച്ചെന്ന് വെച്ചാൽ ഭയങ്കര തേങ്ങ തിരികെ അടച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ തേങ്ങ കാണത്തില്ല ഇവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായെങ്കിലും ചോറിന് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ കൈയോടെ തന്നെ അരിയൊക്കെ കഴുകി ഞാനങ്ങ് ചോറിന് ഇട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ 2-3 ദിവസമായി നമുക്ക് തലയിൽ തേക്കുന്ന എണ്ണ തീർന്നിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കാച്ചണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റോഡിൽ കയറിയപ്പോൾ കൈതോന്നി കിട്ടിയായിരുന്നു. അപ്പോൾ കൈതോന്നി വെച്ച്, അപ്പോൾ സത്യം പറഞ്ഞാൽ കൈതോന്നി കിട്ടാത്തത് കൊണ്ടായിരുന്നു ഞാൻ എണ്ണ കാച്ചാതിരുന്നത്. അപ്പോൾ കൈതോന്നി കിട്ടിയപ്പോൾ അതങ്ങ് കൈയോടങ്ങ് കാച്ചാമെന്ന് വിചാരിച്ചു. ഞാനിത് സ്വന്തമായിട്ട് കാച്ചുന്നതാണ് കേട്ടോ. പക്ഷേ മുടി അധികം തൊഴിഞ്ഞു പോകത്തില്ല. മോക്കും നല്ല മുടിയുള്ളതായിട്ട് കട്ടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഞാൻ കാച്ചുന്ന എണ്ണ. അപ്പോൾ എനിക്കത് ഓക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ സ്ഥിരം പുറത്തുനിന്നൊന്നും എണ്ണ വാങ്ങിക്കില്ല. പുറത്തുനിന്ന് എണ്ണ വാങ്ങിച്ചാലും അത് മുടി ഒരുപാട് തൊഴിയുന്നതായിട്ടും മുടിക്ക് ചാരണം നമ്മുടെ തലയിൽ നിറച്ച് ചാരണം ഉള്ളതുപോലെ തോന്നും. അപ്പോൾ ഇതാണ് ഞാൻ നിറച്ച് ചെമ്പരത്തിയൊക്കെ ഇട്ടാണ് എണ്ണ കാച്ചുന്നത് കേട്ടോ. ഫൈനൽ ഇതാണ് എണ്ണ നമ്മുടെ കാച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലോട്ട് മാറ്റണം. അപ്പോൾ എനിക്കിന്ന് കൊഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൊഞ്ച് മീനാണ്. അപ്പം ഞാൻ കൈയോടെ തന്നെ പിന്നെ നമ്മുടെ കോവയ്ക്ക അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണ ചൂടായപ്പോൾ എണ്ണയിലങ്ങ് കോവയ്ക്ക അങ്ങ് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ചോറിനോട് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കോവയ്ക്കയോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവിടെ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ കോവയ്ക്ക വാങ്ങിക്കൊണ്ട് വരും. ഞാനിത് എത്ര ശ്രമിച്ചിട്ടും കോവയ്ക്ക തൈ പിടിക്കുന്നില്ല. ഇതിൽ നിന്ന് പഴുത്ത കോവയ്ക്ക ഉണ്ടല്ലോ, നമ്മളത് വിത്താക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കുകയെന്ന് വെച്ചാൽ അതെനിക്ക് വർക്കായിട്ടില്ല ഇതുവരയ്ക്കും. ഇനി അതൊന്ന് നോക്കണം. എന്തെങ്കിലും തൈയോ എന്തെങ്കിലും വാങ്ങി, ശരിക്കും പറഞ്ഞാൽ തൈ വാങ്ങി വെക്കാനും പറ്റില്ല. കാരണം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നമുക്ക് സ്വന്തം വീടായതിനു ശേഷം ഇതൊക്കെ ഓക്കെ ആക്കിയാൽ പിന്നെ പയറൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ലല്ലോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോവും. പക്ഷേ കോവയ്ക്ക ആകുമ്പോൾ ഉള്ള കാലം നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനുള്ള പച്ചക്കറി കിട്ടുമല്ലോ, കോവയ്ക്ക അതിൽ നിന്ന് കിട്ടും. അപ്പോൾ കൊഞ്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം കൊഞ്ച് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേ എൻ്റെ മോൾ പറഞ്ഞു, പക്ഷേ എനിക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വേണം എന്ന് പറഞ്ഞു. അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു കേട്ടോ. പിന്നെ കൊഞ്ച് കറി വയ്ക്കാനും ഫ്രൈക്കും വേണ്ടിയുള്ളത് ഇത് നമ്മുടെ വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഞാൻ ഇടിയലിൽ വെച്ച് ചതച്ചെടുത്തതാണ്. പിന്നെ അതിന് ശേഷം ചട്ടി ചൂടായതിനു ശേഷം കടുകും ഉലുവയും ഇട്ട് ചൂടാക്കി, പിന്നെ ഇടിച്ച് ചതച്ച് വെച്ചിരുന്നില്ലേ വെളുത്തുള്ളിയും കുരുമുളകും ഇട്ടിട്ട് പിന്നെ സവാളയും, ഇത് ശരിക്കും കൊച്ചുള്ളി വെച്ച് വെക്കുമ്പോഴാണ് ടേസ്റ്റ്. പക്ഷേ എനിക്ക് കൊച്ചുള്ളി അത്രയും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സവാളയും കൂടി എടുത്തു മുറിച്ചു. പിന്നെ കുറച്ച് തക്കാളിയും കുറച്ച് മാങ്ങയും കൂടി ഇട്ടു. പക്ഷേ ഇതിന് മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടി ഇടണം. പക്ഷേ എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതിൽ ഇട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കണം.
പിന്നെ ഞാനിതിന് അരപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയും പുളിവെള്ളവും മാത്രം മിക്സിയിലിട്ട് ഇത് അരച്ചെടുത്തതാണ്. പൊടി ഇതിൽ ഈ നമ്മളിപ്പോൾ സവാളയും ഉള്ളിയും ചേർത്തില്ല, അതിൽ തന്നെയാണ് ഇട്ടെടുക്കുന്നത്. അരപ്പിലിട്ട് അരച്ചെടുക്കില്ല. അങ്ങനെയും അരച്ച് ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് ഇങ്ങനൊരു സ്റ്റൈലിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ നമ്മുടെ ആ സവാള ഉള്ളിയൊക്കെ വെന്തപ്പോൾ ഞാൻ പിന്നെ കൊഞ്ചും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ അതും കൂടി ഒന്ന് മിക്സ്, അത്യാവശ്യം വലിയ കൊഞ്ചാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ഈ കൊഞ്ച് വാങ്ങുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഈ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കേട്ടോ. നമ്മുടെ ആ തലയുടെ ആ ഭാഗത്തുനിന്ന് മുകളിലോട്ട് ഈ നടുകിലോട്ട് കീറ് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ വേസ്റ്റ് കളഞ്ഞില്ലേ നമുക്ക് ശരിക്കും വയറിന് പണി കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ അതിനകത്തൊരു വേസ്റ്റ് ഉണ്ടാവും, ഒരു നൂല് പോലത്തെ ഒരു സാധനം. അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ശരിക്കും വയറിന് നല്ല പണി കിട്ടും. അപ്പോൾ എല്ലാവരും കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ അതുകൂടി അറിയാത്തവർ അതും കൂടി ഒന്ന് വൃത്തിയാക്കി കളയണം കേട്ടോ. ശരിക്കും കുറേ നാൾ എനിക്കും കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറച്ച് വർഷം ആയതേ ഉള്ളൂ ഈ കൊഞ്ച് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന്, നന്നായിട്ട് വൃത്തിയാക്കുന്നതെന്ന് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാ മസാലയൊക്കെ വൃത്തിയാക്കിയെടുത്തു. കൊഞ്ച് ഭയങ്കര റേറ്റ് കേട്ടോ. റേറ്റ് എന്ന് വെച്ചാൽ ഒരു അരക്കിലോ 200 രൂപയാണ്. നമുക്ക് ഇത്രയും കൊഞ്ച് 200 രൂപയൊക്കെയാണ് ഞാൻ വാങ്ങിയത്. ഇപ്പോൾ കൊഞ്ച് ഇറങ്ങുന്ന സമയമാണെന്ന് തോന്നുന്നത്. ചിലപ്പോൾ സാധാരണ ഇവിടെ കിട്ടുന്ന കുഞ്ഞു കൊഞ്ചായിരിക്കും, ഒരു ചെറിയ കൊഞ്ചായിരിക്കും. പക്ഷേ ഇത് അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു. ഇടയ്ക്ക് ഞാനിതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഈ കൊഞ്ച് വാങ്ങുന്നത്. മുമ്പ് വാങ്ങിയപ്പോഴും ഇതുപോലെ അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു. അപ്പോൾ അതാ ഞാൻ പിന്നെ അരപ്പും അതിലോട്ടങ്ങ് ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി തിളച്ചതിന് ശേഷം നമുക്കിതിൽ പുളിയുണ്ടോ ഉപ്പുണ്ടോ മുളക് കുറവാണോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് നോക്കാം. അപ്പോൾ അതോ തിള വന്നപ്പോൾ എനിക്ക് മുളക് പൊടി എന്ന് വെച്ചാൽ കളറ് കുറവായിട്ട് തോന്നിയിരുന്നു. ഞാനൊരു പൊടി മുളക് പൊടി അതിലിട്ട്. ഇത് ഞാൻ പിരിയൻ മുളക് പൊടിക്കുന്നതാണ്. ഞാൻ പിരിയൻ മുളക് മാത്രം പൊടിച്ചെടുക്കുന്നത്. എനിക്ക് കളറ് മുളക് പൊടിക്കും കറിക്ക് എന്ത് കറിക്കായാലും നല്ല കളറ് വേണം, എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഉപ്പും കുറവായിട്ട് തോന്നി, അപ്പോൾ ഉപ്പും ഞാൻ അതിലങ്ങ് ഇട്ടായിരുന്നു. പിന്നെ കറിവേപ്പില ഇട്ടു. ഇത് കറിവേപ്പില തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മോഷ്ടിച്ചെന്ന് പറയാൻ പറ്റില്ല, അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കരിവേപ്പില വേണമെങ്കിൽ മോളെടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കരിവേപ്പിലയും കൂടി എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കൊഞ്ചൊക്കെ അങ്ങ് ഫ്രൈ ചെയ്തു. പിന്നെ മോക്കങ്ങ് ഫുഡ് കൊടുത്തു. മോക്ക് 1:30-ക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോകാൻ വേണ്ടി. അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.